പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തുന്നത് ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീട്ടിൽ ആദ്യം തന്നെ സമാധാനം ആശംസിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അഭിഷേകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു അവസരം കർത്താവ് തരികയാണ്. ഈശോ വരികയാണ്. അപ്പോൾ ഒരു സമാധാനമാണ് ഈശോ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കുടുംബങ്ങൾ അസമാധാനം വിട്ടുപോട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവകർ വട്ടാരച്ചൻ്റെ കൂട്ടായ്മയിൽ സഖിയോൻ, PDM, ASJM, FCM കൂട്ടായ്മയിൽ നമുക്ക് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം. പ്രിയമുള്ള സഹോദരൻ, ഏത് ശുശ്രൂഷയ്ക്കും അതിൻ്റെ ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രമാത്രം ഒരുങ്ങുന്നോ അതിനനുസരിച്ച് ദൈവകൃപയുടെ അളവ് ഉയരും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെല്ലാം ഒരുക്കാം. ഗാനശുശ്രൂഷ നടത്തുമ്പോൾ ദൈവാത്മാവ് നമ്മളെ തന്നെ ഒരുക്കുകയാണ്. വചനം സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവ് ദൈവത്തെ ആരാധിക്കാം. അപ്പസ്തോലന്മാർ ആരാധിച്ചതുപോലെ, പത്രോസ് പൗലോസ് സ്ലീഹന്മാർ ആരാധിച്ചതുപോലെ വലിയ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വർഷിക്കും. കുട്ടികളെ ചാടി എഴുന്നേക്കാം. യുവതിയുവാക്കൾ, പ്രായമുള്ളവർ കസേരയിലൊക്കെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കുഴപ്പമില്ല. ബാക്കിയുള്ള എല്ലാവരും സ്ഥാപിക്കാൻ എഴുന്നേറ്റ് നല്ലതാണ്. വലിയ സന്തോഷത്തോടെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓ കർത്താവേ, അപ്പസ്തോലന്മാർ ആരാധിച്ച പരിശുദ്ധാത്മാവേ, സമൂഹത്തിന് മേൽ ഇപ്പോൾ എഴുന്നള്ളി വരണമേ. ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, കർത്താവേ, ഉദ്ധിതനായി ഈശോ മിശിഹ പ്രത്യക്ഷപ്പെട്ട് അവരുടെ മേൽ വിശ്വസിച്ചു, അവരുടെ മേൽ ഊതി. അപ്പോൾ പരിശുദ്ധാത്മ അവരുടെ മേൽ വന്നു. എന്നാൽ അപ്പസ്തോലന്മാർ 9 ദിവസം ഒരു നൊവേന എന്നതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ കർത്താവേ, അങ്ങയുടെ വിശ്വാസത്തിന് വന്ന ആത്മാവ് അവരുടെ മേൽ ഉച്ചരിച്ചു എന്ന് വചനമുണ്ടല്ലോ. കർത്താവായ ദൈവമേ, ആത്മാവിന്റെ അഭിഷേകം ഉച്ചരിക്കട്ടെ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, കൈകളടിച്ച് വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഇറയണമേ നീ എന്നുള്ളിൽ തീനാമുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാമുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ചേർന്ന് പാടാവോ? പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ.
ഓ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരും കർത്താവ് ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. കർത്താവേ, കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളിലും ഞങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അതിനു വേണ്ടിയിട്ടാണല്ലോ സഹായകനെ അയച്ചത്. കർത്താവേ, യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകളും ഞങ്ങൾ ഓരോരുത്തരും വന്ന് നിറയട്ടെ. ഞങ്ങൾ ഓരോരുത്തരും വന്ന് നിറയട്ടെ. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബാലകന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയട്ടെ. വലിയ ആനന്ദത്തിന്റെ അഭിഷേകം, വലിയ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ. യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. കൈകൾ അടിച്ച് അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഉച്ചത്തിൽ പരിശുദ്ധാത്മാവേ, ഉണർവോടെ പരിശുദ്ധാത്മാവേ, ഒറ്റക്കെട്ടായി പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആവർത്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, 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 റൂഹായേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. തന്നെ വിളിച്ച് കരയുന്നവരുടെ മേൽ എത്രയധികമായി പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയില്ലേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഇപ്പോൾ എത്രയോ വലിയ പ്രതിസന്ധിയുടെ പ്രശ്നത്തിലുമാണെങ്കിലും അതിലിടപെടാൻ നമുക്ക് സഹായിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഉറച്ചു വിശ്വസിക്കുക, ഉറച്ചു വിശ്വസിക്കുക, ഒരുമിച്ച് വിളിക്കുക. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം മനസ്സിന് ഡിപ്രഷൻ, മനസ്സിന് വിഷാദം, ധൈര്യം കിട്ടുന്നില്ല, ഭയമാണ്. അങ്ങനെയുള്ളവർ ഇപ്പോൾ വിളിക്കട്ടെ. ആത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല, എന്താ വേണ്ടെന്ന് അറിയത്തില്ല, വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. സഹിക്കാൻ പറ്റാത്ത മനസ്സിന്റെ വേദന ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എന്താണോ പ്രശ്നം, എന്താണോ പ്രതിസന്ധി, എന്താണോ തടസ്സം, അവിടെ ഇപ്പോൾ ആത്മാവിനെ വിളിക്കുക. പുതിയൊരു വെളിച്ചം, പുതിയൊരു വഴി, പുതിയൊരു തുറവി, പുതിയൊരു വാതിൽ ആത്മാവ് തുറക്കും. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ആത്മാവ് നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കുമെന്ന് വെളിപ്പെടുത്തുന്നു. ആരാധന, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയ ആരാധന, 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 സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ.
ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏത് വ്യക്തിയാണെങ്കിലും തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട, മക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചില സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്, പ്രതീക്ഷയുള്ളവരാണ്. ചിലപ്പോൾ മക്കളെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ ചിലത് നടക്കാതെ പോകുമ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്ന മനുഷ്യരെ കാണാൻ ഇടവന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു, അതനുസരിച്ച് മുന്നോട്ട് പോയി, പക്ഷേ അവിടേക്ക് എത്താൻ പറ്റാത്ത വിധമുള്ള ചില തടസ്സങ്ങൾ അഭിമുഖീകരിച്ച വ്യക്തികളെ കാണാൻ ഇടവന്നിട്ടുണ്ട്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ജീവിതത്തിൽ സ്വപ്നങ്ങൾ ആവശ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ ആവശ്യമാണ്. ദൈവാത്മാവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ആ കാണുന്ന സ്വപ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ തകർത്ത് കളയും. അതുണ്ടാകാതെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആത്മാവിനനുസരിച്ച് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നിറവേറ്റപ്പെടാനുള്ള ചില വചനങ്ങൾ വിളിച്ച് കർത്താവ് ഈ സമയത്ത് നമുക്ക് തരും. പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 10-ാം തിരുവചനം, 1 Peter chapter 3 verse 10, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തോട് വലിയ സ്നേഹമാണ്. നല്ല ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തികമായി വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒരു നല്ല ഭാവി, അല്ലെ നല്ലൊരു കുടുംബം, നല്ല ജീവിത പങ്കാളി, ദൈവകൃപയുള്ള മക്കൾ, നല്ലൊരു വീട്, നല്ലൊരു പറമ്പ്, നല്ലൊരു സ്ഥലം, നല്ലൊരു സ്ഥാപനം, അങ്ങനെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. നുണ പറയുന്നതിൽ നിന്ന്, വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ നാവിനെ നിയന്ത്രിക്കണം, വഞ്ചന ചെയ്യാതിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ തകർത്തു കളയും നമ്മൾ പറയുന്ന ഒരു നുണ, നമ്മൾ പറയുന്ന ഒരു വ്യാജം. അല്ലെങ്കിൽ ബൈബിൾ അങ്ങനെ പറഞ്ഞു വെക്കേണ്ട ആവശ്യമുണ്ടോ? ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ തകർന്ന് പോകാതിരിക്കാൻ, അതായത് സ്വപ്നങ്ങൾ നിറവേറണമെങ്കിൽ വ്യാജം പറയുന്നതിൽ നിന്ന്, നുണ പറയുന്നതിൽ നിന്ന് നമ്മുടെ അധരങ്ങളെ നിയന്ത്രിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ള ഒരാൾക്കറിയാം, MCA ഒക്കെ പഠിക്കുന്ന, അതായത് ഓരോ പ്രോഗ്രാമും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാൽ ആ പ്രോഗ്രാമിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ആ കമ്പ്യൂട്ടർ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. അതങ്ങനെയേ പോകുള്ളൂ. അല്ലെങ്കിൽ അതിന് മുകളിൽ അത് മാറ്റാൻ അറിയാവുന്ന ആൾ ആ പ്രോഗ്രാമിൽ ഒരു ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറയുന്ന പോലെ ഓരോ ദൈവത്തിന്റെ വചനം ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം അങ്ങനെ പോകുള്ളൂ, അല്ലെങ്കിൽ ദൈവമായ കർത്താവ് അതിനകത്തൊരു വ്യത്യാസം വരുത്തണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ഇങ്ങനത്തെയൊക്കെയുള്ള ചില പാപ പ്രവണതകൾ ഉണ്ടെങ്കിൽ ആ കണ്ട സ്വപ്നങ്ങൾ നിറവേറുകയല്ല എന്ന് വചനം വെളിപ്പെടുത്തുക. കാരണം അങ്ങനെയാണ് വചനത്തിൽ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ 34-ാമത്തെ സങ്കീർത്തനത്തിൽ 12-13 തിരുവചനങ്ങൾ, ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ്സ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ലൊരു ജീവിതം, നല്ല ദീർഘായുസ്, നല്ലൊരു വീട് എന്ന് വേണ്ട അങ്ങനത്തെ അഭിലാഷം ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടോ? നല്ല കാര്യം. അതിന് വെളിപ്പെടുത്താൻ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ തിന്മ പറയുന്നതിൽ നിന്ന്, വ്യാജം പറയുന്നതിൽ നിന്ന്, നുണ പറയുന്നതിൽ നിന്ന്, വഞ്ചന കാണിക്കുന്നതിൽ നിന്ന് നിന്റെ ആദരങ്ങളെ സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് കാരണമുണ്ട്. 101-ാം സങ്കീർത്തനത്തിൽ 7-ാം തിരുവചനം,
വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നമ്മളിപ്പോ നുണ പറയുന്നത് ഒരു പക്ഷേ ഒരു വ്യക്തിയോടായിരിക്കാം, പക്ഷെ അത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നടക്കുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നുണ പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുകയാണ് അവന് പിന്നെ ആ മേഖലയിൽ തുടരാൻ പാടില്ല. പലപ്പോഴും പല കാര്യം നമ്മൾ നുണ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആ കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് നന്നായിട്ട് പോകാൻ വേണ്ടി, അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു നന്മ കാണിച്ച് പിശാച് നമ്മളെ കൊണ്ട് നുണ പറയിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്തിനാണ് പിശാചിനെ നുണ പറയിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, പിശാചിനും വചനം അറിയാം. അതുകൊണ്ട് ഇവൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതികളെ സ്വപ്നങ്ങളെ തകർക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ടൊരു നുണ പറയിച്ചാൽ, ഇവനെ കൊണ്ടൊരു വ്യാജം ചെയ്യിപ്പിച്ചാൽ, ഇവനെ കൊണ്ടൊരു തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഇവിടുന്ന് പുറത്ത് വിടാൻ സാധിക്കുമെന്ന് പിശാചിനറിയാം. പ്രത്യേകിച്ച് പിശാചൊന്നും ചെയ്യേണ്ട. കാരണം എന്താ? വചനത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് അവൻ കട്ടായി പോകും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. കാരണം വചനത്തിന് മാറ്റമില്ല. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയ. കാരണം വചനത്തിന് മാറ്റമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ കാര്യം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 5 വേഴ്സ് 1 to 11. അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറയും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു. ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത്? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയത് നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയവിഹുലരായി. ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു. നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പത്രോസ് അവളോട് ചോദിച്ചു, ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക. അവൾ പറഞ്ഞു, അതെ, ഈ തുകയ്ക്ക് തന്നെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിൽ പുറത്ത് കേൾക്കാം. അവർ നിന്നെ കൊണ്ടുപോകും. തൽക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ മരിച്ചു വീണു. ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു. സഭ മുഴുവനിലും ഇത് കേട്ട് എല്ലാവരിലും വലിയ ഭയമുണ്ടായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുന്നത് ദൈവത്തോടാണെന്ന് ഓർക്കണം. പറഞ്ഞത് പത്രോസിനോടാണെങ്കിലും കൊണ്ടത് ദൈവത്തിനാണ്. ഭാര്യയുടെ അറിവോടെ, ഭർത്താവിൻ്റെ അറിവോടെ. ഇവർക്ക് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് മാറ്റിവെച്ചു. ചോദിച്ചപ്പോൾ നുണ പറഞ്ഞു. എന്താണോ ജീവിതത്തെ കണ്ട സ്വപ്നങ്ങൾ അത് മുഴുവൻ തകർന്നു പോയി. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അതേപോലെ നിറവേറണമെങ്കിൽ നിന്റെ വാക്ക് അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ. ദൈവമായ കർത്താവ് വെളിപ്പെടുന്ന കാര്യമാണ്. സത്യസന്ധമായി പെരുമാറുന്നവന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ്. കാരണം യേശുവാണ് സത്യം, വചനമാണ് സത്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം കണ്ടാൽ നിങ്ങൾക്കത് വളരെ കൃത്യം. ആ ചെറുപ്പക്കാരൻ, ഞാൻ ഓർക്കാണ്, ശരിക്കും വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ ചെറുപ്പക്കാരൻ അങ്ങനെ അഭിഷേകത്തെ ഒന്നും കാണാറില്ലായിരുന്നു. ഓവർ ഹിയർ ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവനിൽ ഒരു കാര്യം സ്പർശിച്ചു. അന്ന് വരെ അവൻ ചെയ്തുകൊണ്ടിരുന്ന ചെറിയൊരു വ്യത്യാസം വരുന്നു, അതങ്ങ് മാറ്റി. ദൈവം അവനെ അനുഗ്രഹിച്ച വിധം കാണണം. എൻ്റെ പേര് ഷെബിൻ ജേക്കബ്. ഐ എം കമ്മിങ് ഫ്രം ദുബായ്. I have done my entire education in Dubai, from my undergrads to my masters also. My parents has been there in Dubai for more than 42-43 years. From my time my graduation, I have been trying to find a job in Dubai. Unfortunately, it's not been happening. Each time when I try to find a job, it's either the experience is not there or it's the HR says the job is not there because of the financial crisis. And at last I had to take a job just for the sake of it. The wages were extremely poor. Very low salary. Yeah. Okay. And my parents are still here today.
And at the end of Parents are here? Yeah, my parents are here. Very good, very good. Okay. And at the end of every month, I still need to go and ask him for some extra cash so that I can sustain my life. Oh my God. Even while After I'm all working. the studies. Even while I'm working. I have updated my LinkedIn profile, and each time when I send some message, it's only one way. My message only goes to them, I don't get any reply back. And at last, my parents are, I would say, extremely religious person. They every day they see Abhishek Akni, and they ask me to set it up in YouTube, but sadly I don't see it. Yeah. Until few months, I would say. During this time, my parents asked me to pray, to see Abhishek Akni and pray, but I will switch on the TV and I'll go and sit in my other room doing something in my phone. I used to overhear all the messages what father was saying, and in one of the messages it mentioned you should never add any false news or fake informations in your curriculum vitae, that's your CV, because that is not right. Yeah. Until then, all my experience I had to build up because I don't have any experience in reality. That day I changed. I put all the truth, what I have done, what is my experience. Yeah. And trust me, within the third week, I got a message from a Fortune 500 company in US. Oh, a great company. Yeah. A big company. It's a big company. Yeah. For those people who don't know, Fortune 500 companies are, for example, Apple, Samsung, those companies who are extremely profitable in New York Stock Exchange. That's called Fortune 500 company. Yeah. And they asked me, they would like to meet me in person, and I said, yes, definitely, why not? Within a couple of weeks from there, a person from France, that is from their headquarters, came down to meet me. Until then, I didn't know what is my job, what is my job profile, what am I supposed to do, I don't know anything. I went for the meeting blank, without even preparing. They told me what's a job profile, and you should understand, I'm only 26 right now. The job profile requires someone who is having experience for more than 30 years in this particular industry. Oh. More than 30 years. So job experience, they expected job experience of 30 years. He is only 26-year-old. Yes, yeah. And while coming back after the interview, all of a sudden, I just got a feeling that I need to take the flight immediately to India, to Kerala, to come here to attend the Sehyun 1 day's retreat. To Attapadi for this fun day retreat. Hallelujah. It was all of a sudden. My interview was on Thursday. There was 1 hour travel from the interview place to my home. I reached home. I told my parents, let's go to Kerala immediately. To Attapadi Sehyun? To Attapadi Sehyun immediately. Flights was not available. We took the early morning flight. We reached here. We wanted to reach here by 8, but unfortunately we reached here only by 8:45. By then, the retreat had already started. During the retreat, I happened to meet Father Samson. Father Samson. And he blessed me. And before our parting, he told me, be extremely confident, and I can assure you, you will get this job. That's what Father Samson told me. To be honest, I still didn't believe. And I was sitting there on the corner, on the last bench over there. And while there were a lot of people coming here and giving testimonies, one of the persons said, whenever he used to travel, he used to carry the power of the name Jesus? Yes. On that day, there was a particular testimony, and that person told he will carry the book, The Power of the Name Jesus, all the time when he travels. Praise the Lord. That influenced me. Immediately I went, I bought the book, and so you have to understand, I have already finished my first round of interview, and what they told me is, we will call you if we are interested for the final round. So there is no hope. I came here, we finished the retreat, we went back the next morning itself, and by Monday, I got a call saying that, please come for the final interview. And from Saturday, I reached in Dubai. From Saturday, for next 10 days, I've been keeping the power of name in the name of Jesus book, and I've been praying for next 10 days. Yeah, for next 10 days, he continuously prayed the power of the name Jesus, especially the last prayer. Exactly. And you wouldn't believe, after the interview, during the interview, they mentioned we have finalists of 2 people. One is me, who's an inexperienced.
with least knowledge. Another person is, I think he's 55 years old and he is a veteran in the market. Yeah. He's the best in the market. Oh, yeah. And on the 11th day, so my 10 days prayer finished, on the 11th day, I'm getting a call and an email from this very company stating that I'm selected. You're great. Now, It's a great miracle. It's a great miracle. He was selected. my job profile, my job designation is I'm the regional manager for entire Middle East. Oh my God. See, not a simple, ordinary post. It is a rare post. Now my parents are now complaining is because of my job, in a month out of 30 days, 20 days I'm traveling. Either I am in the Europe countries, or either I am in Middle East countries, and they hardly see me. But you have to remember, wherever I go, even if I forget to take my laptop, my charger, I always carry Jesus Christ book. The power of The the power. name Jesus. Wherever Power I of name Jesus. He keep the name Jesus close to his heart. He is so much attached and he dedicated, he surrendered his whole life to Jesus Christ. And the interesting fact is, our organization is total employees of 30,000 people, 30,000 across the world. And in that entire, my head office is in Europe. In that head office, I'm the only Indian Mallu guy who is in a regional position here. Hallelujah. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നിങ്ങളെ ചെറുപ്പക്കാരെന്ന് ശ്രദ്ധിച്ചില്ല സഹോദരങ്ങളെ? ആ ചെറുപ്പക്കാരൻ വചനം ശരിക്കും അങ്ങനെ കേട്ടതല്ല, കേൾക്കാൻ വേണ്ടി കേട്ടതല്ല. എന്നാലും ഒരു വചനം കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനനുസരിച്ച് ജീവിതത്തിൽ വ്യത്യാസം വരുത്തി. അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൃത്യമായിട്ടല്ലാതൊക്കെ എഴുതുമായിരുന്നു, ചിലപ്പോൾ അങ്ങനെ ഉണ്ടെന്നൊക്കെ എഴുതുമായിരുന്നില്ലെങ്കിലും എന്നാൽ വചനം കേട്ട് തീരുമാനമെടുത്ത് വ്യത്യാസം വരുത്തി. അന്ന് മുതൽ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഒരു പാപം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും വചനം കേൾക്കുന്ന ചിന്തയായി. ഇൻ്റർവ്യൂ കൊണ്ട് വാതിലുകൾ തുറക്കുന്നു, അട്ടപ്പാടി വരുന്നു, സെഹിയോന് വരുന്നു, വചനം കേൾക്കുന്നു, യേശുനാമ ശക്തി വെച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുമാത്രം ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഹൈ സാലറിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അതാണ് സുഭാഷിതങ്ങൾ 12:22. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്, വിശ്വസ്തയോടെ പെരുമാറുന്നവൻ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കള്ളത്തരം കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ കുട്ടികൾ അല്ലെങ്കിൽ അപ്പൻ സൈൻ ചെയ്യുന്നത് നമ്മൾ തന്നെ സൈൻ ചെയ്തു, താൽക്കാലികമായി പരിഹരിച്ചു. പക്ഷെ അങ്ങനെ പരിഹരിക്കപ്പെടുന്ന അല്ലത്. നുണ പറയാതിരിക്കുന്ന അല്ല സത്യസന്ധത. വിശ്വസ്തതയാണ് സത്യസന്ധത, തുറവിയാണ് സത്യസന്ധത, വിശ്വസ്തതയാണ് വിശുദ്ധി. അവിടെ ദൈവം ഇടപെടും. അതാണ് പ്രഭാഷണം 4:28. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ആ ചെറുപ്പക്കാരൻ ഇത്ര അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടായോ? ഇപ്പൊ ദൈവം അധ്വാനിച്ചപ്പോൾ എന്തായി അനുഗ്രഹം? ചില തീരുമാനങ്ങൾ ശക്തമായിട്ടെടുക്കാൻ ഈശോ നമ്മളെ വിളിക്കുന്നു. ആമേൻ. Amen. കർത്താവായ ദൈവമേ, 119 സങ്കീർത്തനത്തിലെ സങ്കീർത്തകന്റെ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുകയാണ്. സത്യത്തിൻ്റെ വചനത്തെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ ദൈവമേ. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി കർത്താവേ, കാലുകൾ ഞാൻ പലതിൽ നിന്നും പിൻവലിക്കുന്നു. ദൈവമേ, ഈ ലോകത്തിന് ഒരുപാട് മോഹങ്ങൾ, കർത്താവെ വഴിവിട്ട വഴികളിലൂടെ പോകാനുള്ള വിളി ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ സത്യത്തിൽ, വചനത്തിൽ, ഈശോയിൽ നിലനിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. പാപവും ലോകവും മാടി വിളിക്കുമ്പോൾ വീഴാതെ നീ എന്നെ കാത്തിടണേ. പാപവും ലോകവും മാടി വിളിക്കുമ്പോൾ വീഴാതെ നീ എന്നെ കാത്തിടണേ. ആത്മാവിനാലെ നയിച്ചിടണേ. ആത്മാവിനാലെ നയിച്ചിടണേ. ആത്മാവിൻ ജ്വാലയായി
നിറയേണമേ. ആത്മാവിൻ ജ്വാലയാൽ നിറയേണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സത്യത്തിന്റെ അരൂപി, വചനത്തിന്റെ അരൂപി, കൃപയുടെ അരൂപി, കൃപയുടെ അഭിഷേകം ഓരോരുത്തരും വന്ന് നിറയട്ടെ. വചനത്തിന് വേണ്ടി നിലകൊള്ളാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, കൃപയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അഭിഷേകം ചെയ്യണമേ. ആരാധന, 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 ആരാധന.